കുറച്ച് കൊടുന്ന് കൂട്ടിക്കണല്ലോ. പാട്ടുകാരനൊരു ഉപ്പ കേട്ടോ ഇൻഷാ അല്ലാഹ്. കൂടി ചേർന്ന് നടത്തുന്ന നോമ്പ് തുറക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നോമ്പ് തുറന്ന വലിയൊരു നോമ്പ് തുറന്നല്ലോ, കുഞ്ഞു നോമ്പ്. മണി വിളിക്കാണ്. അപ്പൊ പിന്നെ ഞങ്ങളെ കുറച്ച് കുട്ടികളുണ്ടല്ലോ, എന്നും വരാതെ ഞങ്ങളെ ബോയ്സുകള്, അപ്പൊ ഓരൊക്കെ കൂടി വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ നാത്തൂനുണ്ടല്ലോ, അപ്പൊ നാത്തൂനെയും കൂടി വിളിക്കാൻ. നമുക്ക് ആകെ ഒരു പൊങ്ങളും ഒരളിയനല്ലേ ഉള്ളൂ, അപ്പൊ ഓലെയും കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നാത്തൂനും ഇവിടുത്തെ കുട്ടിയോടും പിന്നെ ഉമ്മയും ഇപ്പം കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു നോമ്പ് തുറയാണ് കേട്ടോ. ഞങ്ങൾ നോമ്പതിന് ശേഷം മധുരങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതേപോലെ പൊരിച്ചകടി ആകെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഡയറ്റിന്റെ തുറക്കലും കൂടിയാണ്. ഇന്ന് ഡയറ്റൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കണം. നോമ്പായിട്ട് തരിക്കഞ്ഞി കുടിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം. 2-3 പൊരിച്ചകടി ഉണ്ടാക്കണം. എന്തൊക്കെ ഉണ്ടാക്കണം അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു കേട്ടോ. വേഗം പണിക്ക് തുടങ്ങട്ടെ. 1:30 മണിയായിട്ടോ. നീട്ടി വലിച്ചു പോയാൽ എന്താണെന്ന് അറിയോ, 1 മണിക്കൂർ വീഡിയോ ആവും. അപ്പൊ നിങ്ങളത് ശരിക്കും കുത്തിരുന്ന് കാണില്ല, നമ്മൾ ഓടിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ. അപ്പൊ എന്തായാലും മറക്കണ്ട, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണിട്ടോ. ഞാന് പിന്നെ വരെ തീയൊക്കെ അടുപ്പിലും കൂട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് അടുപ്പ് കൂട്ടാൻ അറിയില്ല. പക്ഷെ ഇനി ഞാൻ പഠിക്കുകയാണ്. ഇനി നമ്മള് അടുപ്പിലാണ് ബിരിയാണി വെക്കണം കേട്ടോ. ഇപ്പൊ കത്തി ശരിയല്ലോ. അപ്പൊ നമ്മളെ തീയൊക്കെ അടിപൊളിയായിട്ട് ഞാൻ വിജയകരമായിട്ട് കൈകാര്യം ചെയ്തു. മിക്ക ബിരിയാണിയുടെ കാര്യങ്ങളും ഞാൻ സ്നാക്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. സ്നാക്കായിട്ട് ഞാൻ സമൂസയും പിന്നെ ഉന്നക്കായും നമ്മളെ പിസ്സ ഉണ്ടാക്കണം എന്നാണ് പ്ലാനിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉന്നക്കായ്ക്കുള്ള പഴം ഞാനിത് അപ്പച്ചമ്പിൽ ആവി കയറ്റിയിട്ട്, നിങ്ങൾ കുറേ കൂട്ടുകാർ എപ്പോഴും പറയാറുണ്ട് ആവി കയറ്റിയ നല്ല ടേസ്റ്റ്, അങ്ങനെ തന്നെ വെച്ചത് കേട്ടോ. ഇത് പിസ്സക്കുള്ള ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. എല്ലാതും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. അടുപ്പിലാണ് ബിരിയാണി. അടുപ്പ് കത്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഉദ്ഘാടനം കഴിപ്പിക്കാൻ ചിട്ടായിരുന്നു. അപ്പൊ നിങ്ങള് വരുന്നത് കാണാനോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോ വേറെ കാലത്ത് വന്നു തരുമോ? അതൊക്കെ ശരി തന്നെയാണ്. ഇത് അടുപ്പത്തൊക്കെ ഉണ്ടാക്കി നമുക്കറിയില്ലല്ലോ. അതെന്ന് ഉഷാറാണ്. ഇന്നിപ്പോ കുറെ ആൾക്കാരൊക്കെ വരുന്നല്ലേ. നമുക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിചാരിച്ചാ പുതിയ മാക്സി ആണല്ലോ. അപ്പൊ ഞാൻ ഡ്രസ്സ് നോക്കണം കൂട്ടുകാരെ. അതാത്ത ഡ്രസ്സൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഇത് നമ്മളെ ലേഡി ഓഫ് കേരളക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയലാണ്. അപ്പൊ ഞാൻ വെട്ടി വെച്ചിട്ട് കുറെ ദിവസമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെയാണ് ഞാൻ തയ്ച്ചത് കേട്ടോ. ഇതിനിതാ നമ്മളെ സാധാരണ എന്റെ ഫേവറേറ്റ് കഴുത്തായിട്ടുള്ള ഇങ്ങനെ കിട്ടുന്ന കഴുത്താണ് കേട്ടോ. ഈ കഴുത്താകുമ്പോ കോളംനെക്ക് അല്ലേ, തയ്ക്കാനും നല്ല സുഖമാണ്, പിന്നെ കാണാനൊരു രസമല്ലേ. ഇതിന്റെ സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് വെച്ചിട്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ടാണ്. പിന്നെ അത് അറ്റത്ത് ഓവർലോക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര തന്നെ ഉള്ളു. പിന്നെ അടിയിൽ ഞെറിവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ വിചാരിക്കണ്ടാവും എന്താപ്പോ ഇരിക്കണത് എന്നല്ലേ. ഒന്നുമല്ല, ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പൊ നമ്മളിലെ ഒരു വിധം എല്ലാവർക്കും തന്നെ മുടിയുടെ പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് മുടി കൊഴിച്ചില്, താരന്, കഷണ്ടി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടാവുമല്ലോ. പണ്ട് കാലങ്ങളിലൊക്കെ ലീച്ച് തെറാപ്പി എന്നൊരു തെറാപ്പി ഉണ്ടായിരുന്നു. അതായത് അട്ടനെ വെച്ചിട്ടുള്ള തെറാപ്പി. അതിന് ആയുർവേദത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. അത് ഒന്നാമത് രക്തയോട്ടം നല്ല വർദ്ധിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടിയൊക്കെ നന്നായി വളരാൻ സഹായിക്കും. പക്ഷെ അതൊക്കെ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ചികിത്സയാണല്ലോ. അപ്പൊ ലീച്ച് തെറാപ്പിയുടെ ആ ഒരു ഗുണങ്ങൾ നൽകുന്നതും അതുപോലെ ഒരുപാട് സമയം നീണ്ടു നിൽക്കാത്തതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ വന്നത്. ഇതാണ് നാച്ചുറൽ ഷുഗറിന്റെ ജോങ്ക് ഓയിൽ കേട്ടോ. കഷണ്ടി, അലോപീസിയ, മുടി കൊഴിച്ചില്, താരന്, അതായത് തലയിൽ ഫംഗസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തായാലും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അതായത് തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മികച്ച ഫോർമുലയാണ് നാച്ചുറൽ ഷുഗറിന്റെ ഈ ഒരു ജോങ്ക് ഓയിൽ. ഇത് 100% നാച്ചുറൽ ആണ്. ആ കെമിക്കൽസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ മുടിയുടെ താരനും ഫംഗസും ഒക്കെ മാറ്റി മുടിയുടെ അടിവേരിൽ തന്നെ ഉറപ്പ് നൽകിയിട്ട്
നമ്മളെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ചെറുപ്പം നൽകാനും സഹായിക്കും. താരനുള്ളവർക്ക് ഇത് നല്ല ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മളെങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതിന് കുറച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ചിട്ട് നമ്മൾ വിരലോട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. അപ്പൊ മുടിയുടെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. ഇത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എത്ര ഉള്ളൂ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഉമ്മ ഭയങ്കര സെർച്ചിങ്ങിലാണ് കേട്ടോ. അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരണം ഉമ്മ. പോക്കോയിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്തെങ്കിലും ഉള്ളൂ. ഞാനിതൊക്കെ മാന്തും. മാന്താത്തോണ്ടാണ് മോള് കൂടെ പുറ പോവാത്ത പോലെ. ഉമ്മ ഭയങ്കര പരിശ്രമത്തിലാണ് കേട്ടോ. വെറുതെ പുക പോവാത്ത നമ്മൾക്ക് ശീലല്ല, അതുകൊണ്ടാണ്. ഈ കടുപ്പ് എത്തിച്ചിട്ടേ കുഴലുമൊക്കെ നോക്ക പുക പോണ കാണാൻ വേണ്ടിട്ട് നോക്കുമ്പോ പുക പോണത് കാണാല. അപ്പൊ ഇതാണ് പുക പോവാത്ത മക്കളെ. ഇപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ സംഗതി കുറച്ച് കൊടുന്ന് കൂട്ടിക്കണല്ലോ. ഇങ്ങനെ അങ്ങോട്ട് പോണില്ല. അടഞ്ഞപ്പോ അടഞ്ഞപ്പോ ഇനി എന്താ കതിരി കെട്ടുന്നത്. അതെ, എന്നാ ഞാനും കൊണ്ടിട്ടെ. അടുപ്പ് ഉഷാറായോ? അടുപ്പ് ഉഷാറായി. ഡോക്ടർ പോലെ വന്നിട്ടൊക്കെ പരിശോധിച്ച് ഓപ്പറേഷൻ കഴിച്ച് വിജയകരമായി പൂർത്തിയാക്കി തന്നു. ഇതിപ്പോ ഈ ചീലുള്ളത് അവിടെ അടഞ്ഞിക്കാണ്. പുക ഒന്ന് അടഞ്ഞിട്ടൊന്നും ചപ്പു ഞമ്മനെ ഇങ്ങനെ പിന്നെ നമുക്ക് സെക്യൂറാപ്പാടക്കൊന്ന് പോകണം പാർക്കാന്. പാർക്കിന് ഇഷ്ടമാണ്. അതിലല്ലേ പിന്നെ പട്ടിക്കാട്ടിക്ക് പോയത് കുട്ടികൾക്ക് പോരെ. ഉമ്മാനെ കേട്ടോ നോമ്പറപ്പിക്കണേ. പക്ഷെ ഉമ്മാൻ്റെ പണികളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ പണികളുണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഉന്നക്കായ്ക്കുള്ള പഴമൊക്കെ ഞാൻ നന്നായിട്ട് പുഴുങ്ങി നല്ല സെറ്റായിട്ടൊക്കെ തന്നെ വന്നിട്ടോ. പക്ഷെ ആ പഴം ഒരു സുഖമില്ലാന്നൊക്കെ ഇങ്ങനെ തോന്നിട്ടോ. പക്ഷെ എന്തായാലും ഞാനത് അവിടെ കുഴച്ചവിടെ വെച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിസക്കുള്ള ചിക്കൻ കട്ട് ചെയ്യുക, സമൂസക്കുള്ള ഉള്ളി, ഈ ചോപ്പർ കാണിച്ച എപ്പോഴും ചോദിക്കും ഇതിൻ്റെ ലിങ്ക് കേട്ടോ. ഒരു ചേച്ചി വന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല സാധനമാണ്. ഇങ്ങനത്തെ നിങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങിച്ചോളൂ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ പേരും ലിങ്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇടക്കുന്നതൊക്കെ അതേമാതിരി ഇങ്ങനെ വരട്ടെ. കാരണം എന്താ പറയുക, ഓള് ഇപ്പുറത്തും ഞാൻ അപ്പുറത്തുമാണ്. അപ്പൊ രണ്ട് ക്യാമറ അല്ല, ഒരൊറ്റ ക്യാമറയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വർക്കരിയത്തെ പണി കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് എത്തിട്ടോ. അപ്പോൾ ഓരോ പണികൾ ചെയ്യുമ്പോഴും അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുത്തുന്നതിനേക്കാളും ഓർക്ക് സന്തോഷം ആ ഒരു പണികളൊക്കെ ചെയ്ത് നമ്മളെ കൂടെ തന്നെ കൂടുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ വിചാരിക്കും ഇനിയിപ്പോൾ മനക്കൂട്ട് പണിയെടുപ്പിക്കുകയാണോ അങ്ങനെയൊന്നും ചോദിക്കണ്ട. നമ്മൾ അങ്ങനെയൊക്കെ അവർക്കും പരിഗണന കൊടുക്കുന്നതാണ് ഓർക്കൊരു സന്തോഷം. സമൂസൊക്കെ ചുറ്റി വെച്ചിട്ട് ഞാനടുത്ത് തരിക്കഞ്ഞിക്ക് വെച്ചോട്ടു. തരിക്കഞ്ഞി ചൂടാറണല്ലോ. അപ്പം ഞാൻ അടുത്ത് സമൂസ പൊരിക്കലും തരിക്കഞ്ഞി സെറ്റാക്കലുമാണ് കേട്ടോ. തരിക്കഞ്ഞി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ. പാലിൽ വെള്ളം ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുക, പഞ്ചസാര ഇടാൻ. ഞാൻ പാലിന് പകരം പാൽപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഒരു ഗ്ലാസ് തരിക്കഞ്ഞിക്ക് 1 സ്പൂണ് റവ എന്നുള്ള കണക്കിനാണ് ഇട്ടെടുക്കുക. നല്ല സെറ്റായിട്ട് വരും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തീരുമാനിച്ചു ഇന്നിപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കി കൊളാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ മാവൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ. ഇനി ഇതാ തരിക്കഞ്ഞിക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും നെയ്യിൽ കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് കോരിയിടുക. അതോടെ തരിക്കഞ്ഞി സെറ്റായിട്ടോ. സമൂസയും തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഇതാ ഞാൻ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ഇനി കുറച്ച് പൊക്കവടിയും വാങ്ങിക്കണം. വേറെ 2 കടികൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ സമയപരിമിതി മൂലം ഞാനത് ക്യാൻസൽ ചെയ്തു കേട്ടോ. ഉമ്മ അതാ ഉമ്മാൻ്റെ പാത്രം കഴുകൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കൈപ്പണികൾ ചെയ്യണവർക്ക് ഒരുപാട് പണികളുണ്ടാവും ഇവിടെ. റെസ്റ്റ് ഇല്ലാത്ത പണികളുണ്ടാവും. പക്ഷേ റിസൾട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയവർക്ക് ഇതാരുണ്ടാക്കി അവർക്കാണ് ക്രെഡിറ്റ് ഉണ്ടാവും കേട്ടോ. കൈസഹായക്കാരുടെ പണികളൊന്നും കാണാത്ത പണികളായിരിക്കും. ബിരിയാണി പരിപാടി എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയപ്പോൾ ബാക്കി ഒരുപാട് ആൾക്കാരൊന്നുമില്ല, അല്ല ഇതിൽ കുറച്ച് ആൾക്കാർ വന്നു. ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയമാരുടെ ഇനി മുണ്ടാൻ എന്തെങ്കിലും അകത്തേക്ക് ചെല്ലണം. ഞങ്ങളിതൊക്കെ ഒരുക്കി വെക്കണ പരിപാടിയാണ് കേട്ടോ. സജീവമായിട്ടാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്.
കരിക്കഞ്ഞൊക്കെ ഒഴിക്കാനും ഓളുണ്ടാകൊണ്ടാണ് കരിക്കഞ്ഞി ഒഴിക്കൽ പെട്ടെന്ന് തീർന്നത്. ഇല്ലെങ്കിൽ കരിക്കഞ്ഞി ഒഴിക്കലൊന്നും ഇത്ര പെട്ടെന്ന് തീരൂലായിരുന്നു. എട്ടെണ്ണം നോക്കിയപ്പോൾ 2 നോമ്പ് മുറിച്ചു. ഇന്ന് നോമ്പുണ്ടോ? പനിയാണ് കൊണ്ട് ഇന്നത്തെ നോമ്പ് കൊണ്ട് ഒഴിവാക്കി അല്ലേ? ഇന്ന് നോമ്പില്ലല്ലോ. ഇന്ന് നോമ്പില്ല. നോമ്പില്ലാത്ത ആളെയാണ് ഞാൻ നോമ്പ് തുറന്നിട്ടുള്ളതല്ലേ. വന്നവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കോട്ടോ. ലബീബിനെ ഇവിടെ കൊണ്ടിട്ട് അതെ അല്ലേ. നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ വരവാണ്. ഭയങ്കര പേടിയാണ്. അതാ 3 എണ്ണം വലുതാ. 420 ഉണ്ടാക്കുക പായസ്. 420 അപ്പുറം. അതിനുള്ള ചെമ്മീനും ഇതൊക്കെ വറുക്കുന്നുണ്ട് ഉമ്മ. ഉമ്മ സപ്പോർട്ടാണ്. അപ്പൊ മാങ്ങ പൂളുണ്ടേ. മാങ്ങ തല്ല് അത്ര. അപ്പൊ ഈ ഉറ പൊട്ടുപോയി. ചെമ്മീൻ മാങ്ങ ചമ്മന്തി അതെ മാങ്ങ ചമ്മന്തിയായോ? നമ്മളെ പൊയ്യക്കൊടി ഫാമിലി മൊത്തം 420 നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അത് നമ്മളെ സ്വന്തം വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. പാവം പേടിച്ച് കിടക്കുക. അവനെ പുറത്തേക്ക് നേരത്തെ കൊണ്ടുപോയി. ഭക്ഷണം കഴിഞ്ഞിട്ടില്ല. ആൾക്കാരൊക്കെ കണ്ടിട്ട് നമ്മളെ വീട്ടില് നോമ്പൊപ്പിക്കലാണ്. ഇന്നേരൊക്കെ വന്നിക്കണ അപ്പൂസേ. പാത്രക്കടയിൽ പോയപ്പോ ഇഷ്ടപ്പെട്ടിട്ട് 12 എണ്ണം വാങ്ങിച്ചിട്ടു. പിന്നെ ഇഷ്ടം കൂടിയപ്പോ ഞങ്ങൾ അതിന്റെ 20 എണ്ണം കൂടി വാങ്ങിച്ചു അല്ലേ. ടോട്ടൽ 32 പ്ലേറ്റ് ഉണ്ട്. ഇതിന് ആകെ വെറും 25 രൂപയുള്ളൂ ഈ ഒരു പ്ലേറ്റിന്. ജാസിന് തൊപ്പി ഊരിനല്ല വാണിച്ചിട്ട് തന്നെ ഈ മാസം നമ്മള് കൊണ്ടുപോകും. ഉമ്മ സീറ്റ് എടുത്തു. ഉമ്മാന്റെ സീറ്റ് ഉമ്മമാന്റെ കൂടെ കൂടിക്കാൻ മൈനന്മാരെ കുറച്ച് മൈനന്മാരെ പിന്നെ നാരങ്ങച്ചാറ് മക്കളെ ഇതിനകത്ത് ഇവിടുന്ന് തിന്നതൊന്നും പോരായിട്ട് ബാക്കിയില്ല എല്ലാം മുട്ടിയൊക്കെ കൊണ്ടുപോകുക. അതെ അടുത്ത മാസം 26-ാം തീയതി നമ്മളെ പാട്ടുകാരന് ഒരു ഉപ്പ കിട്ടോ. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുക. വന്നിട്ട് നാത്തൂന് പാത്രം കഴുകിയില്ലെങ്കിൽ ഒരു സീരക്കാണ്. ഒരു സൂര്യക്കടാതെ ആന്റിയുടെ പിന്നാലെ പോവാണ് കേട്ടോ. ശരി. അങ്ങനെ നമ്മളെ നോമ്പുറപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഉമ്മയിപ്പം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.